വിഘ്നങ്ങൾ അകറ്റുന്ന ഗണപതി ഭഗവാന്റെ തിരു അവതാര ദിനമാണിന്ന്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് ചതുർത്ഥി ദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ പുലർച്ചെ ആരംഭിച്ച 10,008 തേങ്ങയുടെ ഗണപതി ഹോമം തുടരുകയാണ്. വിവിധ ക്ഷേത്രങ്ങളിലും ആഘോഷങ്ങൾ നടക്കുകയാണ്. ആ വിശേഷങ്ങളിലേക്കെല്ലാം പോകാം. ആദ്യം മനോജിലേക്കാണ്. മനോജ്, ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണോ അനുഭവപ്പെടുന്നത്? അനഘ, ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഇന്ന് ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ ഓരോ ഭക്തജനങ്ങളും അങ്ങനെ ഇപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. പുലർച്ചെ മുതൽ തന്നെ ഈ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ ഈ കറുകപ്പുല്ലും അതോടൊപ്പം തന്നെ ഗണപതി ഭഗവാന് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുമായാണ് ഓരോ ഭക്തരും അങ്ങനെ ബാലഗണപതിയെ ദർശിക്കാനായി എത്തിയിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം അത് 1008 നാളികേരക്കൂട്ടോട് കൂടിയ ഈ മഹാഗണപതി ഹോമം അത് തന്നെയാണ് ഈ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ ഒരുപാട് ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പുലർച്ചെ മുതൽ ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം അത് ദർശിക്കുവാനായി നിരവധി ഭക്തജനങ്ങൾ അതിന് ചുറ്റും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പ്രാർത്ഥനയോടുകൂടി. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് ദർശനം നടത്താനുള്ള വലിയൊരു തിരക്കും രാവിലെ മുതൽ അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും വിഘ്നങ്ങൾ അകറ്റുവാൻ വേണ്ടി ഗണപതി ഭഗവാനെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് ശുഭമായി തീരുവാൻ ആദ്യം ഗണപതിയെയാണ് എല്ലാ ഹൈന്ദവ വിശ്വാസികളും മനസ്സിൽ വിചാരിക്കുക, പ്രാർത്ഥിക്കുക. അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു ദിവസം ഇവിടേക്ക് പുലർച്ചെ മുതൽ എത്തിയ ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. അവരെല്ലാം അങ്ങനെ ബാലഗണപതിയെ ദർശിക്കുവാൻ വേണ്ടിയിട്ട് എത്തി നിൽക്കുന്നതാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് തന്നെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മൃത്യുഞ്ജയ ഹോമം അതോടൊപ്പം തന്നെ ഈ ഗണപതിയുടെ പുരാണവുമായി ബന്ധപ്പെട്ട യജ്ഞമടക്കം ഇവിടെ തുടരുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഭക്തജന തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. അവരെല്ലാം പ്രാർത്ഥനയോടുകൂടി നിൽക്കുകയാണ്. ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. തലസ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം പഴവങ്ങാട് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ശാലിനി കൂടി ചേരുന്നുണ്ട്. ശാലിനി, പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഗണപതി ഹോമം. അതിനു പുറമെ എന്തെല്ലാം ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നിന്നുള്ളത്? അനഘ, വിപുലമായ ചടങ്ങുകൾ, വിപുലമായ ആഘോഷങ്ങൾ, അതാണ് ഇന്ന് വിനായക ചതുർത്ഥി ദിവസമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മഹാഗണപതി ഹോമം അടക്കമുള്ള വിശേഷാൽ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ തുടരുകയാണ്. ഒപ്പം തന്നെ വലിയ ഭക്തജന തിരക്ക് ഈ മണിക്കൂറിലും ക്ഷേത്രനട തുറന്ന് ഇത്ര സമയം കഴിയുമ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നിപ്പോൾ വിനായക ചതുർത്ഥിയാണ്. കൂടാതെ തന്നെ ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ്. ഗണപതി ഭഗവാന്റെ ജന്മദിനമായിട്ടാണ് ഈ ദിവസത്തെ ഭക്തർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം വലിയ ആഘോഷമാക്കുകയാണ് തലസ്ഥാനത്തെമ്പാടുമുള്ള വിനായകന്റെ വിശ്വാസികൾ, ഭക്തർ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, ഒപ്പം തന്നെ പാളയത്ത് ഗണപതി ക്ഷേത്രം അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ ഗണപതി ക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകൾ, വിശേഷാൽ ചടങ്ങുകൾ, ക്ഷേത്ര ദർശനമൊക്കെ ഈ മണിക്കൂറിലും തുടരുകയാണ്. കൂടാതെ തന്നെ ഇന്ന് മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ചടങ്ങുകൾക്ക് കൂടി ഗണപതി ക്ഷേത്രങ്ങളിൽ തുടക്കമാവുകയാണ്. പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉൾപ്പെടെ മഹാഗണപതി ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഗണപതിയുടെ കളിമൺ പേപ്പർ പ്രതിമകളും വിഗ്രഹങ്ങളും ഒക്കെ താൽക്കാലികമായി നിർമ്മിച്ച പന്തലിൽ ഇന്ന് വെക്കും. പ്രത്യേക അനുഷ്ഠാനങ്ങളോടെയും ഒപ്പം തന്നെ ചടങ്ങുകളോടെയുമാണ് അവ സ്ഥാപിക്കുന്നത്. അത് ഇന്നാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഇന്ന് മുതൽ 10 ദിവസം ആ വിഗ്രഹങ്ങൾക്ക് മുൻപിൽ പ്രത്യേക ചടങ്ങുകളും പൂജകളും ഒക്കെ പൂർത്തീകരിക്കും. 10 ദിവസം വിളക്ക് തെളിയിക്കുകയും ചെയ്യും. 10ാം ദിവസമായ അനന്ത ചതുർദശി ദിനത്തിൽ, അതായത് അനന്ത ചതുർദശി ദിവസം എന്ന് പറയുന്നത് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. അന്ന് തിരുവനന്തപുരം അടക്കമുള്ള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഈ വിനായകന്റെ വിഗ്രഹങ്ങൾ വിവിധ ക്ഷേത്രകുളങ്ങൾ, ഒപ്പം തന്നെ കടൽ, അവിടെയൊക്കെ കൊണ്ടുപോയി ഒഴുക്കുന്ന, സമുദ്രത്തിലൊക്കെ ഒഴുക്കി നിമഞ്ജനം ചെയ്തുകൊണ്ടുള്ള ചടങ്ങുകൾ നടക്കും. അത് അനന്ത ചതുർദശി ദിനമായ സെപ്റ്റംബർ 1-ാം തീയതിയാണ് നടക്കുന്നത്. ആഘോഷങ്ങളോടുകൂടിയാണ് നദിയിലോ കടലിലോ ഒക്കെ ഈ വിഗ്രഹങ്ങൾ നിമഞ്ജനം ചെയ്യുന്നത്. അങ്ങനെ വിനായകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ആഘോഷമാക്കുകയാണ് തലസ്ഥാനത്തെമ്പാടുമുള്ള വിശ്വാസികൾ എന്നുള്ളതാണ്. പാളയത്തെ ഗണപതി ക്ഷേത്രത്തിലും ഒപ്പം തന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രങ്ങളിലും ഒപ്പം തന്നെ ഗണപതി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠയായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് വിശേഷാൽ ചടങ്ങുകളും പൂജകളും ഒക്കെ തുടരുകയാണ്. ഇനിയിപ്പോൾ ആഘോഷങ്ങളുടെയും ഒക്കെ ദിവസമാണ്. നമുക്കറിയാം, വിഘ്നങ്ങൾ അകറ്റുന്ന ഇഷ്ടകാര്യ സിദ്ധിക്കൊക്കെ വളരെ പ്രസിദ്ധമായ ഇടപ്പള്ളിയിലേക്ക് പോകണേ. ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് രേഷ്മ ബാബു കൂടി ചേരുന്നുണ്ട്.
രേഷ്മ, ഗണപതി ഭഗവാന്റെ ജന്മദിനം ഭക്തർ വലിയ ആഘോഷമാക്കുകയാണ്. എത്രത്തോളം ഉണ്ട് ഭക്തജന തിരക്ക്? അനഘ, വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ മഹാഗണപതിക്ക് പുഷ്പങ്ങളും ഒപ്പം തന്നെ നേർച്ചകളുമായിട്ട് നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നേ ദിവസം, വിനായക ചതുർത്ഥി ദിവസം പ്രത്യേക പൂജകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നുള്ളതാണ് വിശ്വാസം. എറണാകുളം ജില്ലയിലെ സുപ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഇടപ്പള്ളി മഹാഗണപതി ക്ഷേത്രം. ഇവിടുത്തെ ഭക്തജന തിരക്ക് അത്രത്തോളമുണ്ട്. രാവിലെ മുതൽ 5 മണി മുതൽ വലിയൊരു ജനത്തിരക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒഴുക്ക് ഇവിടേക്ക് ഉണ്ട്. ഈ ഭക്തരൊക്കെ തന്നെ വലിയ രീതിയിൽ, അതായത് സമയം ഈ രാവിലെ മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രവേശനമുള്ളത്, ദർശന സൗകര്യമുള്ളത്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ 7:30-ക്ക് മുൻപ് തന്നെ എല്ലാ ഭക്തരും എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം തിരക്ക് ഈ ചുറ്റമ്പലത്തിന് മുന്നിൽ കാണുന്നത്. ഇത് ഇടപ്പള്ളി സ്വരൂപമാണ്. ഇടപ്പള്ളി സ്വരൂപത്തിൻ്റെ മുൻവശത്ത് അല്ലെങ്കിൽ ഒത്ത നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് വിഘ്നേശ്വരൻ കുടികൊള്ളുന്നത്. ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇത് ഇടപ്പള്ളി രാജകുടുംബത്തിൻ്റെ അനുഗ്രഹദാതാവാണ് ഇവിടുത്തെ മഹാഗണപതി. ഒരു ഐതിഹ്യമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന് പിന്നിൽ. അതായത് മുൻപ് ഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കെ വിഘ്നേശ്വരൻ നേരിൽ പ്രത്യക്ഷപ്പെട്ട് ദ്രവ്യങ്ങളൊക്കെ തന്നെ അത് സ്വീകരിച്ചു എന്നുള്ളതാണ് ഇടപ്പള്ളി മഹാഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലടക്കം പരാമർശമുള്ള ക്ഷേത്രമാണ്. വളരെ വലിയ രീതിയിൽ പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രം. കൂടുതൽ ഉത്സവ ചടങ്ങുകളൊന്നും തന്നെ ഈ ക്ഷേത്രത്തിലില്ല. പക്ഷേ മുൻകൂട്ടി തന്നെ കൂട്ടപ്പം, അതോടൊപ്പം തന്നെ മറ്റ് നിവേദ്യങ്ങളൊക്കെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. ശേഷം ഭക്തർക്ക് ഇവിടെ മറ്റേതെങ്കിലും ദിവസം വന്ന് ഈ ക്ഷേത്ര ദർശനം സാധ്യമാവുകയും ചെയ്യും. രാവിലെ 5 മണി മുതൽ 7:30 വരെയാണ് ഭക്തർക്ക് ദർശന സൗകര്യം ഉള്ളത്. അതിനുശേഷം ഇടപ്പള്ളി രാജകുടുംബാംഗങ്ങൾ മാത്രമാണ് ക്ഷേത്രത്തിനുള്ളിൽ ഭഗവാനെ ദർശിക്കാനായിട്ട് എത്തുക. പ്രത്യേക ഒരു പരിഗണന എന്ന് പറയുന്നത് വിനായക ചതുർത്ഥി ദിവസം രാവിലെ 10 മണി മുതൽ 10:30 വരെ ഭക്തർക്ക് പ്രവേശനമുണ്ടാകും. പിന്നീട് രാവിലെ 9:30 വരെ ഉള്ള പ്രവേശനമെന്ന്, സാധാരണ ദിവസങ്ങളിലുള്ള പ്രവേശനമെന്ന് പറയുന്നത് പിൻവാതിൽ വഴിയാണ്. പിന്നീട് വൈകുന്നേരം 5 മണി മുതൽ 7:30 വരെയുള്ള സമയത്തും എല്ലാ ഭക്തർക്കും ദർശന സൗകര്യമുണ്ട്. ആ സമയത്ത് ഒരു ജനലിലൂടെ ഭഗവാനെ ദർശിക്കാനായിട്ട് കയറാൻ സാധിക്കും. മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും അനഘ കർഷൻ കൂടി ചേരുന്നുണ്ട്. അനഘ, വൻ ഭക്തജനത്തിരക്കാണ് പല ക്ഷേത്രങ്ങളിലും, തലസ്ഥാനത്ത് ഉൾപ്പെടെ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് ഭക്തജനത്തിരക്ക്? കൂടാതെ എത്ര മണിവരെ പൂജാകർമ്മങ്ങൾ ഉണ്ടാകും ഇന്ന്? അനഘ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തളി മഹാഗണപതി ക്ഷേത്രത്തിന്റെ പരിസരത്താണ്. മാത്രമല്ല, പലഹാരപ്രിയനായ ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് ഈ മോദകം. അത് ഉണ്ടാക്കുന്ന, ഭഗവാന് നേദിക്കാനായി ഉണ്ടാക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് രാവിലെ 3:30 മുതൽ തുടങ്ങിയതാണ് ഈ വഴിപാടിനായി ഈ മോദകം ഉണ്ടാക്കുന്നത്. അവിലും അതുപോലെ തന്നെ വെല്ലവും ഒക്കെ തന്നെ കൂട്ടിക്കുഴച്ച് ആണ്. അത് പലഹാരപ്രിയനാണ് ഗണപതി ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഈ മോദകം ഉണ്ടാക്കി ഭഗവാന് നേദിച്ചു കഴിഞ്ഞാൽ ഏത് ആഗ്രഹവും നടക്കും എന്നാണ് ഭക്തരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തുടർച്ചയായി 4 ദിവസം ഇത്തരത്തിൽ ഇവരുടെ ഈ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ ഈ മോദകം ഉണ്ടാക്കി ഭഗവാന് നേദിക്കുന്നുണ്ട്. ഇന്ന് 4000 ഇത്തരം ഈ മോദകം ഉണ്ടാക്കി ഭഗവാന് നേദിക്കും. എന്തായാലും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വഴിപാടാണ് ഇത്. അതെ, ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതും ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം തരുന്നായ ഒരു മധുര പലഹാരമാണ് ഇത്. നിങ്ങൾ എത്ര സമയമായി തുടങ്ങിയിട്ട്? ഞങ്ങൾ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഗ്രൂപ്പായിട്ട് വരും. 3 മണിക്ക് ഒരു ഗ്രൂപ്പ്, 3:30-ക്ക് ഒരു ഗ്രൂപ്പ്, 4:30-ക്ക് ഒരു ഗ്രൂപ്പ്, അങ്ങനെ വരും. അങ്ങനെ 4-5 ഗ്രൂപ്പായിട്ട് വരും. 3 മണിക്ക് വന്നവർ കുറച്ച് റെസ്റ്റ് എടുത്ത് അവർക്ക് വീട്ടിലും പണികൾ, വീട്ടിലും ഇതേപോലെ ചെയ്യണം. അമ്പലത്തിൽ മാത്രമല്ല, എല്ലാ വീടുകളിലും ഇത് ചെയ്യും ഞങ്ങളിന്ന്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആഗ്രഹ സാധ്യം നടക്കുന്നതാണ്. തീർച്ചയായിട്ടും ആഗ്രഹ സാധ്യമാകും. കൊഴക്കട്ട ഉണ്ടാക്കി നേദിക്കണം. പിന്നെ അറുകംപുല്ല് എന്ന് പറയും, ഒരു പുല്ലുണ്ട് നമ്മുടെ റോട്ടിലൊക്കെ, അതും മാല കെട്ടിക്കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഏറ്റവും നമുക്ക് അനുഗ്രഹം കിട്ടും അത് ചെയ്തു കഴിഞ്ഞാൽ. അങ്ങനെയാണ്.
അത് തന്നെയാണ് അനഘ. അതായത് പലഹാരപ്രിയനായിട്ടുള്ള ഗണപതി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ഈ മോദകം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ഈ കറുകപ്പുല്ല് കൊണ്ടുള്ള മാല, അതും ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടതാണ്. അതും ഇന്നേ ദിവസം ഭഗവാന് ചാർത്താറുണ്ട്. ഇത് അമ്പലങ്ങളിൽ മാത്രമല്ല, കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ വീടുകളിൽ, ഭക്തരുടെ വീടുകളിലും ഇത്തരത്തിൽ മോദകം ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കും, ഭഗവാന് നേദിക്കും. അതിനുശേഷം അത് കഴിക്കും. ഇത് നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടാണോ ഈ മോദകം ഭഗവാന് നേദിക്കുന്നത്, ആ ആഗ്രഹം നടക്കും എന്നാണ് ഭക്തരുടെ വിശ്വാസം. എന്തായാലും രാവിലെ മുതൽ തന്നെ ഈ തളി മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് വലിയ ഭക്തജന തിരക്കുണ്ട്. മാത്രമല്ല ഈ മോദകം അടക്കമുള്ള വഴിപാടുകൾ കഴിപ്പിക്കുന്നതിനായും വലിയ ഭക്തജനങ്ങൾ ഉണ്ട്. അങ്ങനെ ഇത്തരത്തിൽ രാവിലെ മുതൽ അമ്പലത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അനഘ. ശരി അനഘ, ഭക്തരുടെ എല്ലാം സന്തോഷം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ്. അവരെല്ലാം ഗണപതി ഭഗവാന്റെ ജന്മദിനം ആഘോഷമാക്കുകയാണ്. ഇപ്പോൾ അരുൺ കൊടുങ്ങൂരിലേക്കാണ്. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. പുലർച്ചെ ആരംഭിച്ച 10,008 തേങ്ങയുടെ മഹാഗണപതി ഹോമം തുടരുകയാണോ അരുൺ? അനഘ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നത് 10,008 നാളികേരത്തിൻ്റെ മഹാഗണപതി ഹോമമാണ്. ആ മഹാഗണപതി ഹോമം മള്ളിയൂർ പരമേശ്വര നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഗണപതി ഹോമം ദർശിക്കാനും അതോടൊപ്പം തന്നെ വിഘ്നവിനായകനായ വൈഷ്ണവ ഗണപതിയെ ദർശിക്കാനുമുള്ള ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്തജനങ്ങൾ തന്നെയുള്ളത്. വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെയും ഭക്തർക്ക് ഉണ്ട്. കൃത്യമായി തന്നെ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് കൃത്യമായി തന്നെ എല്ലാവർക്കും തൊഴുവാനുള്ള ഒരു അവസരം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ക്ഷേത്ര അധികൃതർ ഇവിടെ സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ രാവിലെ പുലർച്ചെ 4 മണിക്കാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ തന്നെ ഭക്തരുടെ ഒരു വലിയ നീണ്ട നിര തന്നെ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി നടക്കാനുള്ള ചടങ്ങ് എന്നത് ഈ മഹാഗണപതി ഹോമത്തിന്റെ ദർശനമാണ്. 11:30യോടെയാണ് മഹാഗണപതി ഹോമത്തിന്റെ ദർശനം നടക്കുക. ഈ ഒരു ചടങ്ങിനും ഒരുപാട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ഭക്തർ ഈ സന്നിധിയിലേക്ക് ഒഴുകി എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്നത് ഗജപൂജയും ആനയൂട്ടുമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 12 ആനകൾക്കാണ് ഇവിടെ ഈ ഒരു സവിധത്തിൽ നടക്കുക. അതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കുകയും ചെയ്തു. ഗുരുവായൂർ ഇന്ദ്രേഷൻ, ചിറക്കൽ കാളിദാസൻ അടക്കമുള്ള ഗജവീരന്മാരാണ് ഈ ചടങ്ങിലേക്ക് എത്തുകയും ചെയ്യുക. എന്തായാലും പുലർച്ചെ മുതൽ ആരംഭിച്ച ആ ഒരു ഭക്തജന പ്രവാഹം ഇപ്പോഴും തുടരുകയാണ്. അനഘ. ശരി അരുൺ, ഗണപതി ഭഗവാന്റെ ജന്മദിനം ഭക്തർ ആഘോഷമാക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും അരുൺ കൊടുങ്ങൂരും, തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ശാലിനിയും, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നും മനോജും, ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് രേഷ്മ ബാബു, തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് അനഘ ഹർഷനുമാണ് വിവരങ്ങൾ നൽകിയത്.